എന്തൊക്കെയുണ്ട്? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ പറയുക, നമ്മളിന്ന് അമ്പലത്തിൽ പോകാം. പക്ഷെ അതിന് ശേഷം നമ്മുടെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പായ നമ്മുടെ മാരേജിനുള്ള ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ അടിക്കാനായിട്ട് കൂടെ കൊടുക്കണം. അപ്പം രണ്ടും കൂടി നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. സോ ലിറ്ററലി നമ്മളിപ്പോൾ കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ഇറ്റ്സ് റിയലി സ്ട്രെസ്ഫുൾ ഗൈസ്. ലൈക്ക് ലിറ്ററലി നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ ഇറ്റ്സ് റിയലി സ്ട്രെസ്ഫുൾ. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഇറ്റ്സ് ലൈക്ക് സീരിയസ്ലി സ്ട്രെസ്ഫുൾ. സോ ഇറ്റ്സ് എ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ നമുക്ക് എന്തായാലും അപ്പോൾ അതും കൂടെ കൊടുക്കണം. സോ അതിൻ്റെ മാറ്റർ കാര്യങ്ങളൊക്കെ ഓൾറെഡി എഴുതി. അവിടെ പോയിട്ട് ഇതാവണ്ടെന്ന് വെച്ചാൽ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. സോ അതിനും പോകണം. അമ്പലത്തിൽ രാവിലെ തന്നെ കുറച്ച് മഴ പെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്നിപ്പോൾ വെയിലായിരിക്കുമാണ്. ഇന്നലെയൊക്കെ വെയിലായിരുന്നു. സോ ഗൈസുകൾ വിചാരിക്കും വെയിൽ ഇതൊക്കെ ഞാൻ ലൈക്ക് ലേറ്റ്ലിയേ ഇടത്തുള്ളൂ, പെട്ടെന്ന് ഇടത്തില്ല. സോ പീപ്പിൾ അതൊക്കെ. അപ്പം എന്തായാലും നമുക്ക് അമ്പലത്തിലോട്ട് പോയിട്ട് ഇത് എടുക്കുന്നതെന്ന് പറയുമ്പം ഐ തിങ്ക് ടുഡേ ഈസ് June 4. So I will be posting this video late because കല്യാണത്തിൻ്റെ അടുത്ത് വരുമ്പോഴത്തേക്ക് ഐ തിങ്ക് ഐ വിൽ പോസ്റ്റ് ദിസ് വീഡിയോ. സോ എന്തായാലും അപ്ഡേറ്റ് ഇങ്ങനെ എടുക്കണമല്ലോ. സോ അതുകൊണ്ട് അമ്പലത്തിൽ നിന്നൊക്കെ ഇറങ്ങി ഇപ്പോൾ അവിടെ ഈസ്റ്റ് ഫോർട്ടിലെ ബസ് സ്റ്റാൻഡിൽ നിൽക്കുക. കാരണം എനിക്ക് ഇൻവിറ്റേഷൻ ലെറ്റർ അടിക്കുന്ന ആ ഒരു കട എനിക്കറിയത്തില്ല. സോ അത് തപ്പി ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് നമ്മളത് ആ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവിടെ കുറേ ഉണ്ട് കാര്യം. അതിലേതെങ്കിലും ഫസ്റ്റ് കണ്ടില്ലെങ്കിൽ കയറിയെന്നുള്ളൂ. ഇവിടെ കുറേ സെലക്ഷൻസും ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ പറഞ്ഞ് എൻ്റെ ഒരു ഇതിൽ എനിക്ക് ആഗ്രഹം എന്ന് പറയുമ്പോൾ ഒരു ഓൾഡ്, ഇപ്പോഴത്തെ ഒന്നും വേണ്ട, പണ്ടത്തെ എന്ന് പറയും ഒരു രീതിയിൽ ഒരു ഗോൾഡൊക്കെ വരുന്ന സംഭവം എടുക്കണമെന്ന്, ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ എടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോഴാണ് ഈ ഒരു പാസ്പോർട്ടിൻ്റെ കട. പക്ഷേ ഇത് നല്ല രസമുണ്ട്. പിന്നെ എനിക്കൊരു പിൻട്രസ്റ്റ് വേണമെന്ന് എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇത് എൻ്റെ തീമിന് വന്നില്ല. എന്തായാലും അവിടെ നമ്മൾ മാറ്റർ കാര്യങ്ങളൊക്കെ കൊടുത്തതോ നല്ല മഴ വരുന്നുണ്ട്. അപ്പം ആ കാര്യങ്ങളൊക്കെ കൊടുത്ത് തിരിച്ച് ബസ്സിൽ കയറിയിരിക്കുന്നുണ്ട് ഞാൻ. സോ ഗൈസ് ഓക്കെ. അപ്പം നമ്മളിപ്പോൾ പോയിട്ട് തിരിച്ച് വീട്ടിലെത്തി. ആൻഡ് നമ്മളിപ്പോൾ 2 കാർഡാണ് നോക്കി വെച്ചേക്കുന്നത്. ഞാനത് ലാസ്റ്റ് കാണിക്കാം. ഇനിയിപ്പോൾ അത് ഒരു 10 ഡേയ്സാണ് പറഞ്ഞത്. നമ്മൾ മാറ്റർ കാര്യങ്ങളൊക്കെ വാട്സപ്പ് ചെയ്തിട്ട് നമുക്ക് 10 ഡേയ്സിൽ നമുക്ക് കാർഡ് കിട്ടും. സോ കാർഡൊക്കെ അപ്പോൾ കാണിച്ചു തരാം. എന്നാലും നിങ്ങൾക്ക് നേരത്തെയുള്ള ക്ലിപ്പിൽ കാണിച്ച അതിലുള്ള 2 കാർഡാണ്. കാരണം 2 എണ്ണം സെലക്ട് ചെയ്ത്. കാരണം ഒന്ന് ഇംഗ്ലീഷ് മാത്രം, ഒന്ന് ഇംഗ്ലീഷ് മലയാളം, അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മൾ ചൂസ് ചെയ്തേക്കുന്നത്. ഇറ്റ് വാസ് ഫൺ, ഫസ്റ്റ് എക്സ്പീരിയൻസ്. എന്നാലും പ്രോപ്പർ പ്ലാനിങ്ങിൽ പോകണം കഴിച്ച്. നല്ല ടയർഡാണ്. വന്നപ്പോൾ റെസ്റ്റൊക്കെ എടുക്കട്ടെ. ആൻഡ് റെസ്റ്റ് വീഡിയോ ഷോ യു ലേറ്റർ. ഹായ് ഗായ്സ്. സോ ടുഡേ വി വർ സപ്പോസ് ടു നമ്മൾ ലെറ്റർ എടുക്കാൻ വേണ്ടി പോകാനായിട്ട് ഇരിക്കുമായിരുന്നു. പക്ഷേ ദ വെദർ സെയിം ഗുഡ്. സോ ടുഡേ ഈസ് June 13. അപ്പോൾ ഞാൻ June 4 എന്നുമാണ് ഞാൻ പറഞ്ഞത് ലെറ്റർ കൊടുക്കാൻ പോകണം. അപ്പോൾ ഇന്ന് അവർ റെഡിയായെന്ന് പറഞ്ഞുകൊണ്ട് എടുക്കാൻ പോകാനായിട്ട് ഇരിക്കുമായിരുന്നു. And we were supposed to go in bus. And I don't know if we can go. എന്ത് ചെയ്യാമെന്ന് അറിഞ്ഞുകൂടാ. ബിക്കോസ് ഭയങ്കര കാറ്റും, ലിറ്ററലി ഭയങ്കര കാറ്റും ഉണ്ട്. പിന്നെ ഇറ്റ്സ് റെയിനിങ് ഔട്ട് സൈഡ്. ഐ ഡോണ്ട് നോ ഇഫ് യു ക്യാൻ സീ ഓർ നോട്ട്. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. ദാറ്റ്സ് ഹർട്ടിങ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഈ മഴയായിട്ട് നിങ്ങൾ മഴയുടെ സൗണ്ടാണോ എൻ്റെ സൗണ്ടാണോ കേൾക്കാൻ പറ്റുന്നത് എങ്ങനെയുണ്ട്. പക്ഷേ മാക്സിമം ഉറക്കെ സംസാരിക്കുന്നത്. അപ്പം നമുക്ക് എന്തായാലും നോക്കണം. അവിടെ അകത്ത് ലൈറ്റിംഗ് ഇല്ല, മഴ വന്ന് ഇരുണ്ടിരിക്കണോണ്ട് ലൈറ്റിംഗ് ഇല്ല. അതുകൊണ്ട് വെളി വന്നെടുക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. എന്തായാലും ഒന്നെങ്കിൽ നമ്മൾ ഓട്ടോയിൽ പോകാൻ, നമുക്ക് അതിന് മുമ്പ് തന്നെ വേറൊരു സ്ഥലത്ത് പോകാനുണ്ട്. ഓ മൈ ഗോഡ്. സോ എങ്ങനെ ഇത് പോകാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ അപ്പോൾ എന്തായാലും മഴയൊക്കെ ജസ്റ്റ് അപ്പോൾ തോന്നപ്പോൾ തന്നെ നമ്മൾ ഓട്ടോയും പിടിച്ച് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് തന്നെ റോട്ടിൽ നോക്കി എന്ത് ചെളിയും വെള്ളമൊക്കെ. മഴ പോയപ്പോഴത്തേക്ക് ഇങ്ങനെ ഈ ഒരു ഇതിൽ നിന്ന് ഇങ്ങനെ വെള്ളച്ചാട്ടം പോലെയൊക്കെ വെള്ളം പോകുന്നു. അതിനുശേഷം ഞാൻ പോകണമെന്ന് പറഞ്ഞാൽ ആ ഒരു വീട്ടിൽ പോയിട്ട് പിന്നെ നമ്മൾ തിരിച്ച് ഈ സ്പോട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഓട്ടോയിൽ തന്നെ പോകാമെന്ന് വെച്ച് ചിലപ്പം വലിയ ഇതൊക്കെ ആയിരിക്കും നമുക്കറിയുന്നത്. അപ്പോൾ ബസ്സിൽ എന്തായാലും കൊണ്ടുവരാൻ പറ്റത്തില്ലായിരിക്കും. അങ്ങനെ ഓട്ടോയെ വിളിച്ച് പോയി. നമ്മൾ ഫസ്റ്റ് പോയെന്ന് പറഞ്ഞാൽ നമ്മൾ ഓർഡർ ചെയ്ത ഈ ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ ഓർഡർ ചെയ്ത പ്ലേസ് തന്നെയാണ് നമ്മൾ ആദ്യം ചെന്ന് കയറിയത്. പക്ഷെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ അപ്പം നമ്മൾ ഇവിടെ നിന്നല്ല സാധനം വാങ്ങേണ്ടത്. വി ആർ സപ്പോസ് ടു ബൈ ഫ്രം സംവൺ എൽസ്. സോ വി ആർ ട്രാപ്ഡ് ഹിയർ. പിന്നെ നമുക്ക് ഞാൻ ഒരു സ്ഥലത്തോട്ട് പോകണം. ഓക്കെ. അപ്പോൾ നമ്മൾ ചെന്ന് ഫാക്ടറിയിലായിരുന്നു, ഇൻവിറ്റേഷൻ ലെറ്റർ അടിക്കുന്ന ഫാക്ടറിയിലായിരുന്നു ചെന്ന് ഇത് വാങ്ങേണ്ടത്. എന്തായാലും നമ്മളത് വലിയ പെട്ടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതും കൊണ്ടാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കൂടെ വന്ന അമ്മാമ്മയെന്ന് പറയുന്നത്. ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്ക്
ഇങ്ങനെ എത്തി നോക്കി അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അതിനുശേഷം കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ എന്ത് മഴയെന്ന് വെച്ചാൽ എനിക്ക് തന്നെ അറിയത്തില്ല. സത്യം പറഞ്ഞാൽ ഓട്ടോ പറന്ന് പോകുമെന്ന് വിചാരിച്ചാൽ അത്ര മഴയായിരുന്നു. അതിനുശേഷം ഒരു മഴയൊക്കെ കഴിഞ്ഞ് നമ്മൾ, എനിക്ക് തോന്നുന്നു വീട്ടിലെത്തിയപ്പോൾ ഒരു 3 മണിയാണ്. നമ്മൾ രാവിലെ ഇറങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ ക്ഷീണമാണ് ഈ ഒരു മുഖത്ത് കാണുന്നത്. ഓട്ടോ ഒരു സ്ഥലത്ത് ഇങ്ങനെ നിർത്തിയിട്ടപ്പോൾ എടുത്തതാണ്. ഓക്കെ, സോ അപ്പോൾ നമ്മൾ ലെറ്റർ കൊണ്ട് ഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. സോ ഗൈസ്, ഇതാണ് ഗൈസ് ഫസ്റ്റ് ലെറ്റർ. അപ്പോൾ എനിക്ക് പണ്ടത്തെ ടൈപ്പ് ലെറ്റർ ആണോന്നായിരുന്നു ആഗ്രഹം. സോ അതുകൊണ്ട് ഈ ഒരു ഗോൾഡ് തീമിൽ ഇങ്ങനെ ഒരു കോഫി ബ്രൗണിൻ്റെ ഫോണ്ട് ഉള്ളത് ഞാൻ ഡെഡിക്കേറ്റ് പറയുന്നില്ല. സോ ഗൈസ്, തുറക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. വിത്ത് തുറക്കുമ്പോഴത്തേക്ക് കോഫി ബ്രൗണിൽ ഓരോ. സോ ഇതാണ് ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ കൂടുതൽ അടിച്ച ലെറ്റർ. സോ നമുക്ക് ബാക്കിയുള്ള കാര്യത്തിൽ ഇതല്ലെങ്കിലും ബട്ട് ലെറ്റേഴ്സ് നമുക്ക് ഇത് മാത്രമല്ല ഭയങ്കര ഒരു ഇഷ്ടമാണ് ഗോൾഡ് കളർ. അപ്പോൾ ആരും എടുക്കത്തില്ല. ദാറ്റ്സ് വൈ ഐ ചൂസ് ദിസ് വൺ. അതിനുശേഷം വേറെ ഒരെണ്ണം കൂടെ ഉണ്ട്. ഇപ്പൊ ഇതൊരു കുഞ്ഞ് കുറച്ച് ഈ ലെറ്ററോട് അടിച്ചിട്ടുണ്ട്. ഇതൊരു ബ്ലൂ പെയിൽ ജസ്റ്റ് പ്ലെയിൻ ആണ്. ജസ്റ്റ് തന്നെ ഇങ്ങനത്തെ ഒരു ഡിസൈനൊക്കെ വന്ന് പ്ലെയിൻ ആയിട്ടുള്ള സാധനം. ഗൈസ്, ഇതാണ് നമ്മുടെ ലെറ്റർ. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ വീഡിയോ കാണാൻ പോയി എടുത്തെടുത്തപ്പോൾ എനിക്കൊന്ന് കറക്റ്റ് ഇന്ന് 13 ആയി. അപ്പം ഒരു 9 ദിവസം എടുത്തു. അപ്പം ഇത് രണ്ടാണ് നമ്മുടെ ലെറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഗൈസ്, സത്യം പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഹായ്, അപ്പോൾ ലെറ്ററൊക്കെ പൂജിച്ചുകൊണ്ടൊക്കെ വന്നിട്ടുണ്ട് എന്തായാലും. അപ്പോൾ നമുക്ക് ഇനി ഉള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് വിളിക്കാൻ പോകണം. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് ഞാൻ മിക്കവാറും ഐ ഡോണ്ട് നോ, ഞാൻ എപ്പോഴും പോകുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ കൂടാ. സോ എന്തായാലും പൂജിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെച്ച് ഇതുവരെ ഒരു വീഡിയോ എടുക്കാം. ഇനി വരുന്നതെല്ലാം ഒരു വെഡ്ഡിങ് സീരീസ് പോലത്തെ എന്തായാലും വീഡിയോസ് തന്നെയായിരിക്കും. അപ്പോൾ എന്തായാലും അടുത്തത് മിക്കവാറും ഒന്നെങ്കിൽ വിളിക്കാൻ പോകുന്നതായിരിക്കും, അല്ലെങ്കിൽ ഡ്രസ്സ് സാരി എടുക്കാൻ പോകുന്ന വീഡിയോ എന്തെങ്കിലും ആയിരിക്കും. ഞാൻ എന്തായാലും അതൊക്കെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. സോ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട്, അല്ലെങ്കിൽ ഇനി വെഡ്ഡിങ് സീരീസിൻ്റെ ഓരോരോ വീഡിയോകളും നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമും കൂടെ ഇവിടെ തന്നെ കൊടുത്തേക്കാൻ പറ്റില്ല. നിങ്ങൾ പേജിൽ പോയാൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് കാണും. അപ്പോൾ അതും കൂടെ പോയി ഫോളോ ചെയ്യാം. അപ്പോൾ ഗൈസ്, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക്. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇൻവിറ്റേഷൻ ലെറ്റർ എടുക്കുന്നതിന് എൻ്റെ ഇതിൽ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് എപ്പിസോഡ് ഓൾസോ. അപ്പോൾ ഒരു വെഡ്ഡിങ് സീരീസിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ്. അപ്പോൾ എന്തായാലും അടുത്ത ഓരോരോ എപ്പിസോഡായിട്ട് വരുന്നതായിരിക്കും. അതുവരെ ടേക്ക് കെയർ, ബൈ ഗൈസ്.